നമ്മുടെ കുട്ടികളിൽ ഉണ്ടായിരിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു സ്കില്ലാണ് പ്രോബ്ലം സോൾവിങ് സ്കിൽ എന്ന് പറയുന്നത്. ഈ പ്രോബ്ലം സോൾവിങ് സ്കിൽ എങ്ങനെയാണ് രൂപപ്പെടുന്നത്? ഓരോ പ്രോബ്ലം വരുന്ന സമയത്ത് അത് സോൾവ് ചെയ്ത് വരുന്ന സമയത്താണ് ഇത് രൂപപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ കുട്ടികൾ ചെറിയ എന്തെങ്കിലും ഒരു പ്രോബ്ലത്തിൽ പെടുന്ന സമയത്ത് അപ്പോൾ തന്നെ നമ്മൾ സൊല്യൂഷൻ കൊടുക്കുകയാണെങ്കിൽ ഇവനിൽ എന്ത് ചെയ്യില്ല, ആ സ്കില്ല് രൂപപ്പെടില്ല. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇവർ എന്നും വരുന്ന ബസ് അന്ന് ഇല്ല എന്ന് വിചാരിക്കുക, അന്ന് ക്യാൻസലായി എന്ന് വിചാരിക്കുക. അപ്പോൾ തന്നെ നമ്മളെ വിളിക്കുകയാണ്. അപ്പോൾ നമ്മൾ തന്നെ മറ്റൊരു വാഹനം അറേഞ്ച് ചെയ്യുന്ന സമയത്ത് ഇവനിൽ ആ സ്കില്ല് രൂപപ്പെടുന്നില്ല. അപ്പം അവനോട് പറയേണ്ടത് ഓക്കെ വേറെ എന്തെങ്കിലും വാഹനം ഉണ്ടോ എന്നൊക്കെ നോക്കൂ. അങ്ങനെ അവൻ വേറെ വാഹനത്തിൽ നമ്മുടെ വീട്ടിലെത്തുന്ന സമയത്ത് അവനിൽ ഒരു ന്യൂറോ പാത്വേ വരികയാണ്. ഒരു പ്രോബ്ലം വരുന്ന സമയത്ത് എങ്ങനെയാണ് സോൾവ് ചെയ്യുക. അപ്പോൾ എല്ലാ പ്രോബ്ലത്തിനും നമ്മൾ സോൾവ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഇവന് ഫ്യൂച്ചറിൽ ഇവൻ്റെ പ്രൊഫഷണൽ ലൈഫിലായിക്കോട്ടെ, പേഴ്സണൽ ലൈഫിലായിക്കോട്ടെ, ഇവൻ്റെ ജോലിയിലായിക്കോട്ടെ എന്തെങ്കിലും പ്രോബ്ലം വരുന്ന സമയത്ത് ഇതിന് സൊല്യൂഷൻ കാണാൻ ഇവർക്ക് പറ്റൂല. അപ്പൊ അതുകൊണ്ട് എല്ലാ പ്രോബ്ലത്തിനും പോയിട്ട് സൊല്യൂഷൻ കൊടുക്കുന്ന ഒരു പാരന്റ് ആണെങ്കിൽ നിങ്ങൾ ഫ്യൂച്ചറിൽ ഇത് ഓർത്ത് നിങ്ങൾ ഖേദിക്കേണ്ട ഒരു അവസ്ഥ വരും.